വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ. ഇന്ന് വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക സാമ്പാർ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അതിനായിട്ട് 3/4 കപ്പ് പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തോടു കൂടി തന്നെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതോടുകൂടി 1 സവോള 2 തക്കാളി ഇട്ടിട്ട് 4 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ടു, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് 1/2 കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാ വെച്ചാൽ നമ്മൾ വിസിൽ വരുമ്പോൾ അത് പതഞ്ഞ് പൊന്തിയിട്ട് മൂടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി 2 വിസിൽ വരട്ടെ, അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അത്യാവശ്യം നിറം മാറി വരുന്നതോട് കൂടിയിട്ട് നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് നാളികേരം വറുത്തെടുക്കാം. 1/2 കപ്പ് നാളികേരമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഉലുവയും കൂടിയും 1 നുള്ളു ഉലുവയും കൂടിയും ചേർക്കാം കേട്ടോ. ഇനി കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത്രേ വേണ്ടുള്ളൂ. ഇനി പരിപ്പ് ഞാൻ വിസിൽ വന്ന് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാനിലേക്ക് മാറ്റിയിട്ട് വെണ്ടയ്ക്ക വാട്ടിയത് ഇട്ട് കൊടുത്തു. 1/2 കപ്പ് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ചും കൂടി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ട. ചാറ് എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നാളികേരം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം അങ്ങോട്ട് ഒഴിവാക്കാം കേട്ടോ. ഇനി താളിപ്പിനായിട്ട് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണു. കടുകിട്ടു. ഇനി അത് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടു. ഇനി ആ തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ സാമ്പാർ ചട്ടിയിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഒന്ന് മൂത്തോളും. ഇനി അതിലേക്ക് നമ്മൾ സാമ്പാർ പൊടി 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ സാമ്പാറിലേക്ക് അങ്ങോട്ട് കൊട്ടി കൊടുക്കുക. ഇത്രയേ വേണ്ടുള്ളൂ. വളരെ സ്വാദിഷ്ടമായി ഈ സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ.